അസ്സലാമു അലൈക്കും. സാബിത്താൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എല്ലാ മുത്തുമണിയുടെ സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. സാബിത്ത് ഇത് രാവിലെ തന്നെ എണീറ്റ് വരുന്നതാണ്. ഇവിടെ പാത്തുമില്ല, ഞാനാണുള്ളൂ. ഞാനിപ്പോൾ എണീച്ചിട്ട് ചായ ഉണ്ടാക്കണം. മൂത്ത മരുമോളുണ്ട്. മൂത്ത മരുമോക്ക് പിന്നെ ഒരു സംഭവിച്ചിട്ടുണ്ട്. അന്ന് സംഭവിച്ചാലും പറഞ്ഞുതരാം. സാബിത്ത വാതിൽ തുറക്കട്ടെ, ലൈറ്റ് ഓഫാക്കട്ടെ. അങ്ങനെ സാബിത്തന് പല്ല് തേക്കണം. അങ്ങനെ നമ്മുടെ കുളിമുറി ലൈറ്റ് ഇടുക. മൂത്ത മരുമോക്ക് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോസിലേക്ക് വരണം, അറിയണം. നിങ്ങൾ ശരിക്കുമാണ്. ഇപ്പം ജോലി തേച്ച് ഇനിയിപ്പം ഞാൻ എടുക്കേണ്ടി വരും. അപ്പം പല്ലൊന്ന് തേക്കണ്ടേ? രാവിലെ തന്നെ എണീറ്റ് വരുന്നതാണ്. മക്കളെ നോക്കട്ടെ, ഇതിൽ നിന്ന് എൻ്റെ ഭാഗത്ത് വന്നിട്ട് ഇതെൻ്റെ ബ്രഷാണിത്. പല്ലേക്കുന്ന മരുന്നുണ്ട്. മരുന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാ, കാരണം ഇന്നലെ മരുന്ന് ഇതില്ലേ, ഇന്ന് ഓലുമായി കൊണ്ടിട്ടാൻ തോന്നുന്നു. അങ്ങനെ ഇനി പല്ലൊന്ന് തേക്കണം. മരുന്നൊന്ന് എടുക്കട്ടെ. അതിനൊറ്റ മക്കളെ ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് ഇപ്പം ചിന്തിക്കുന്നത്. ഈ ഇതുമായി കേട്ടാ പലതും പിന്നെ ആക്കി ഇതാക്കുന്നേ. പല്ലേക്കുന്ന മരുന്ന് KP നമ്പൂതിരി എന്ന് പറയുന്നത് ഓർക്കൊരു പരസ്യമാവും. ഞാൻ ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത്. ആയിക്കോട്ടെ. അങ്ങനെ പൈപ്പ് നല്ലോണം തേക്കട്ടെ കേട്ടാ. എന്നിട്ട് കറിഞ്ഞ ഞാൻ വലിയ വിഷമത്തിലാണ്. അങ്ങനെ ഞാൻ അരിക്കാനും വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു ചെറിയ കുഞ്ഞിച്ചെമ്പിലാണ് വെച്ചില്ല പോലെ നമുക്ക്. പിന്നെ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സാധനം ഇത് ഞങ്ങളെ ബക്കറ്റ്. പിന്നെ ഞങ്ങളെല്ലാം ഇട്ട് വെക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചതാണ്. ഇതെല്ലാം പടക്കനല്ലേ നമ്മളെ? ഇതെല്ലാം കയമാരിയുടെ ബാക്കിയാണ്. അത് കിട്ടിയിട്ടില്ലേന്നു, അത് അപ്പുറത്ത് പോയി പൊട്ടിപ്പോയിക്കേ. പിന്നെ ഇതെല്ലാം കായമാരിൻ്റെ ബാക്കിയാണ്. ഇത് മന്തിൻ്റെ അരിയാണ്. ഇത് ഞാനൊരു എന്തായാലും മജൂസ്, നാളെ മജൂസാക്കരാ. അതതിൻ്റെ മേലെ വെക്കാം. ഇതെല്ലാം പോട്ടുന്ന അരിയല്ല, അതിലിപ്പോൾ പൊതിർത്താൻ എടുക്കാം നമുക്ക്. ഇത് പൊതിർത്തുന്ന അരി ബാക്കിയാണ്. ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാ പിന്നെ കഴിച്ചിട്ടാ കുറച്ചുണ്ട്. ആ പിന്നെ കഴിച്ചില്ല. തീർന്ന പിന്നെ കഴിച്ചത് ഒറയിലിങ്ങനെ പൊട്ടിക്കല്ല കഴിക്കുന്നതിലേക്ക്. ഇത് അവളെ കൊണ്ട് തൂക്കിച്ച് മായിച്ചേട്ടാ. എന്താ 30 ഉറുപ്പ്യാണ്. ഇതാടുന്ന് ശരിയാവില്ല. ഇതെല്ലാം നമുക്ക് എടുത്ത് വെക്കലാ, പൊടിച്ചിട്ട് എടുത്ത് വെക്കാനും മീൻ കിട്ടിട്ട്. പിന്നെ ഇത് വാങ്ങിക്കാം മക്കളോട് വൈകുന്നേരത്തെ ചായ കാക്കി തിന്നട്ടാ. നല്ല ഉള്ളിയെല്ലാം പൊട്ടിച്ചിട്ട് ഇതിൽ വെക്കട്ടെ. നല്ല ഇതിൽ വെക്കുന്നുണ്ട്. എന്നാ എൻ്റെ ഓട്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതെല്ലാം ഞാള് ഇവിടെ ഉണ്ട്. എന്നിട്ട് ഞാളിക്ക് വാങ്ങിയതാണ്. കാരണം വെച്ചാൽ തീരുമ്പോൾ ഞാനില്ലാത്ത വിളിക്ക് പിന്നെ പേക്ക് കഴിച്ചിട്ട് ഇടാനൊന്ന് വെച്ചിട്ട് വാങ്ങിയതാ. നമ്മളപ്പോൾ സ്റ്റോക്കാക്കി വെക്കണം, അല്ലെങ്കിൽ ലെവല് കിച്ചൻ്റെ അന്ന് പായണ്ടേ വരും. ഇതാ എല്ലാം കണ്ടു നിങ്ങൾ. 20,000 50,000. പിന്നെ ക്രീം പീസെല്ലാം വാങ്ങിയ കസീന. ക്രീം പീസെല്ലാം ഇത് ഉപ്പ ഇപ്പം ഇവിടെ ഇല്ല. ഉപ്പ അതിലുണ്ടല്ലോ നിറച്ചൂല. നിറച്ചുണ്ട്. എന്നാൽ പിന്നെ പഞ്ചാര ചെയ്ത സോപ്പിൻ്റെ ഇവിടെ അങ്ങ് കീഴൊക്കെ വെക്കണ്ട. പിന്നെ പാൽപ്പടിയിൽ വെക്കുന്നത് കുപ്പിയിലൊക്കെ കഴിച്ചിട്ടാട്ടാ. അങ്ങനെ എല്ലാമാണ്. നമ്മളിത് പച്ചരി ഇതെല്ലാം ഇപ്പം പോർത്തിട്ട് എടുക്കാനാ. ഇതെല്ലാം പോർത്തിട്ട് ബാക്കി അതിൽ വെക്കാനാ. ബാക്കി ഇതെല്ലാം തന്നെയാണ്. ഇത് ഞങ്ങളെ ബക്കറ്റ്. പിന്നെ ഉള്ളിയെല്ലാം ഉണ്ട്. ഉള്ളിയെല്ലാം ഞങ്ങൾ വേറെ ഇട്ട് വെക്കുക. ഉള്ളിയെല്ലാം ഇല്ല നമുക്കല്ലേ. അങ്ങനെ ഇതെല്ലാമാണ്. ഇതെല്ലാം നമ്മൾ സ്റ്റോക്കാക്കി വെക്കുന്നതാണ്. ഇതാണ് ഞങ്ങളെ ബക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബക്കറ്റ് ചിരട്ടി നിറഞ്ഞ് വൈകിക്കല്ലാടാ അതങ്ങ് കൊടുത്താണ്. പിന്നെ ഈ അരി ഒരു ഉറയിലിട്ട് കെട്ടണം അല്ലേ? എന്നാല് അരിയൊക്കെ ഇവിടെ തൊയ്യുന്നു.
ഇത് മൂന്നും കൂടി ഒന്ന് ഒരു ദിവസം നെയ്ച്ചോറാക്കാം. കുറച്ചും കൂടി വാങ്ങിയിട്ട് നമുക്ക് വാങ്ങിയാവില്ല. ഞാനിങ്ങനെ കെട്ടിയിട്ട് അത് മീനകത്ത് വെക്കുന്നുണ്ട്. വണ്ടിയിൽ ഇനി സാധനം ചെയ്തുമ്പോൾ ഇത് നോക്കിയിട്ട് ഇതുണ്ടോ അതിലില്ലാത്ത നോക്കിയിട്ട് ഇതുകൊണ്ട് ഇത് മന്തിൻ്റെ അരി. പിന്നെ ഇനിയിപ്പോൾ ഇത് നമുക്ക് പുറത്തല്ലേ. ഇപ്പം ഞങ്ങൾക്ക് പുറത്തുനിന്ന് അരിയെല്ലാം തീർന്നു പോയി. ഇന്നാണ് ദോശ എന്നിട്ട് ചുട്ടത്. ദോശ എന്തെങ്കിലും ചുടുണ്ട്, പക്ഷെ അരിപ്പത്തിലൊന്നും ഇല്ല. അരി പുട്ടും പൊടിപ്പിക്കാം. നമുക്ക് പുട്ടിൻ്റെ അരിയും ഇവിടെ വെക്കട്ടെ. ഇനിയിപ്പോൾ ഇത് വെക്കുന്ന അരിയില്ല, ഇത് പോതിർത്തുന്ന അരിയാണ്. 5 കിലോയാണ്. ഇത് പച്ചരിയാണ്. ഇത് ഞാൻ വെക്കുന്ന അരി 5 കിലോന് അരി നോക്കിയിട്ട് വാങ്ങുന്നത്. കാരണം വെച്ചാൽ ചില അരി ചളി പോലെ കിടക്കുക, പേര് അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ അടുത്തുനിന്ന് വാങ്ങുന്നതല്ല, മര്യാദക്ക് ചോറ് തിന്നാലോ. എന്നാൽ ഇതെല്ലാം ചെയ്യട്ടെ മക്കളെ. അരി ഇനി കൈയിടട്ടെ. എന്നാ ഓക്കെ മക്കളെ, ബൈ. അങ്ങനെ കൈ കെട്ടാൻ വേണ്ടി തുണി ഇങ്ങനെ കീറുകയാണ്. ഇത് ഒരു ഡോക്ടറാണ്, ഒരു കിച്ചൻകാരിയാണ്, വ്ലോഗുകാരിയാണ്, യൂട്യൂബുകാരിയാണ്. എനിക്ക് അപ്പോഴത്തേക്ക് ഇരിക്കണം. ഇത് ഞാൻ ഫോൺ എടുക്കുന്നേരം എന്താ കാല് കളിച്ചല് നല്ലോണം വെക്കുക. അങ്ങനെ കളിക്കാ പിന്നെ ഇളക്കിയാ കാണുന്നുണ്ട്, ഇളക്കി കളിക്കുന്നുണ്ടോ അല്ലേ? അതിന് കട്ടാക്ക്. ചൂട് വെള്ളാണിത്. ഇത് തീരെ ചൂടില്ലാതാ. ഇതെന്ത് എത്ര കാലം വെള്ളം ഇല്ലേനു. ഒത്തിരി ചൂടുവെള്ളം വെച്ച് പച്ചവെള്ളം പറഞ്ഞു. ശരി, പച്ചവെള്ളം കുറേ പാർന്ന് ചൂടുമാണ്. അണുക്കളെല്ലാം പോണ്ടേ. ഇങ്ങനെ മുറിവ് ഇങ്ങനെ തുടക്കട്ടെ. നല്ല ഒത്ത ചൂടുമാണ്. തീരെ പച്ചവെള്ളം പോലെ ഉണ്ട് ഇത്. ഇങ്ങനെ തുടക്കുക മക്കളെ. ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് മരുന്ന് വെക്കുകയാണ് ഡോക്ടർ. സീന തുടക്കുമ്പോ എരിയുന്നുണ്ട് ഉണ്ടാ. നല്ല മുറിവെല്ലാം ഇങ്ങനെ അണുക്കൾ പോക്കണം. അണുക്കൾ ഇങ്ങനെ പൊളക്കുമ്പോഴേ പിന്നെ എന്താ നോക്ക്. അങ്ങനെ ഇനി കാണുന്നുണ്ടടാ. ഇളക്കല്ലടാ ചുരിയോൻ അതാ എനക്ക് കൊടുക്കണ്ട. ഇനി ഫോൺ കാണാൻ ഒന്നും ഇനിയും എനിക്കില്ല. ഇങ്ങനെ തുടച്ച് കഴിഞ്ഞ് ഇനി മരുന്ന് വെക്കും. അങ്ങനെ റിച്ചുവും പറയല് ഓലിക്ക് ഫോണ് കാണുന്നേരം എത്ര നേരം ഓർക്ക് കൈ പിടിക്കാം. കാണുന്നുണ്ട് വെക്കുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതില്ലാണ്ടാവില്ല. അത് തുണിയിലെല്ലാം തുടഞ്ഞു പോകില്ല. അങ്ങനെ നമ്മൾ തുണി എടുത്തിട്ട് ഇതാ തുണി എടുക്കുക. കാണിക്കടാ. ഇതാ തുണി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വെക്ക്. ഇനി ഞാൻ ബടി വേണ ബടി വേണ്ട അല്ലേ? മടങ്ങൊന്നുമില്ല. ഇനി മുറി ഓടിപ്പോയിട്ടുണ്ടാവും. ഇനി ഞാനിത് വെക്കുന്നില്ല, അവിടെ പോയി കാണുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ തുണി ഇങ്ങോട്ട് കാണിക്കടാ. അതാ ഇവിടെ ഇങ്ങനെ ഇതാ ഏകദേശം കീറണം. ഉണ്ടാ എന്നിട്ട് ഇങ്ങനെ കീറിയിട്ട് ആശുപത്രിയിൽ നിന്ന് വെക്കുന്നതിൻ്റെ തൊട്ട് ഇങ്ങനെ ഇങ്ങനെ. ഇത് പുതിയ വ്ളോഗ് വർക്ക് ഭജൻ്റെ മൂത്ത മരുമോളാണ്. മൂത്ത മരുമോളെ കൈയാണ് ഇങ്ങനെ ഡേഞ്ചറായത്. അപ്പോൾ അമ്മേൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങളെ അറിയിക്കുന്നത്. അമ്മ വീട്ടു ജോലി ചെയ്യണം. പിന്നെ ഇന്നെന്താ വസീന അങ്ങനത്ത് എന്നിട്ട് അങ്ങ് മരുന്ന് വെക്കുന്നേരം. ഇനി കാണുന്നുണ്ടാനേ? ഇനി എവിടെയാ കാണുന്നേ? ഓളെ കാലത്തൊന്നും കാണണ്ട. കാണുന്നുണ്ട്. അങ്ങനെ ഓള് കരയുന്നുമില്ല, ചിരിക്കുന്നുമില്ല, പറയുന്നുമില്ല. മുറുക്കി കെട്ടുകയാണ്. ഇത് അതാരാ വെള്ളത്ത് കുത്തിയത്? വെള്ളത്ത് കുത്തിപ്പോയില്ല ചുറ്റും എന്താ ഓൺമേറ്റ് വാങ്ങിയിട്ട് കെട്ടിയൊക്കെ കാണിക്കാൻ പേടിയാണ്. ഇഞ്ചക്ഷൻ അടിച്ചാൽ പിന്നെ മുഴുവൻ പേടിക്കേണ്ട ആവശ്യം. ഇനി ഇത് നാളെ രാവിലെ കെട്ട് കഴിക്കാം. ഇന്ന് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെക്കാം അല്ല. ഇന്ന് ഞങ്ങൾ ബീട്രൂട്ട് ഉപ്പേരിയാണ്. കത്തിക്ക് മൂർച്ചയില്ല, മൂർച്ച വെക്കട്ടെ. കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ ഇങ്ങനെ ഇത് മൂർച്ച വെക്കുന്ന സാധനമാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാണുന്നുണ്ടോ? ഇങ്ങനെ കത്തി ഇങ്ങനെ ചെരിച്ച് പിടിക്കുക.
ചില ആൾ പറയും ഞാൾ മൂർച്ച ഉണ്ടാവില്ല, മൂർച്ച എല്ലാം ഉണ്ടാവും, എല്ലാവരും മൂർച്ച ഇങ്ങനെ അമർത്തി വെച്ചിട്ട് പരത്തി ഇങ്ങനെ കുറച്ച് ചേരിച്ച് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. എല്ലാവരും അടച്ചാലും മൂർച്ച ഉണ്ടാവും, എല്ലാവരും കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല. ഇതാ ഇങ്ങനെ വരാന്നാക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് തന്നെ വെക്കുക. എന്നിട്ട് അതിനെ ഒന്നിങ്ങനെ കഴുകുക. എന്നിട്ട് അതിനെ ഇങ്ങനെ മുറിക്കുക. പിന്നെ വീഡിയോ കുറേ എടുക്കുക കയ്യല്ല. ഇത് ഞാളിപ്പം മേലെ ഇങ്ങനെ ചുരണ്ടണം മക്കളെ. എന്നാൽ നല്ല ചോന്ന രക്തം വെക്കും. ഇത് ഈ ഉപ്പേരി കൂട്ടി ഇനി പറ സീനക്ക് ബായ് കടയത്. ഇത് ഇതാക്കിയാൽ എന്താ പറയുക, രക്തം വെക്കും. പിന്നെ പിന്നെ രക്തം വെക്കും, വിറ്റാമിൻസ് ഉണ്ടാവും. അതന്നെ. ബാക്കിയെല്ലാം ചേമ്പിന്റെ അടിപൊളി കറി അതെല്ലാം പറയാ. ചേമ്പിന്റെ അടിപൊളി കറിയാ, നല്ല ആരോഗ്യം ഉണ്ടാവും. എനിക്ക് ആദ്യം ഇത് മണ്ണിലുണ്ടാക്കി ഇഷ്ടമല്ലേനല്ലോ. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഏതായാലും മണ്ണിലുണ്ടാക്കി ഇഷ്ടം പറയുന്നേ. മണ്ണിൽ ഉള്ളിൽ വളരുന്ന ഇഷ്ടം പറയും ഞാനിക്ക്. അതല്ല പയറല്ല ഇഷ്ടമില്ലാത്ത. പയറേനു ഇപ്പൊ തിന്നൂല. അങ്ങനെ നല്ല ഇന്ന് ചേമ്പ് കറിയാണ്. ചേമ്പിന്റെ അകത്ത് ഒരു ചേമ്പല്ല, ഈ 2 ചേമ്പിനെ മാങ്ങിക്കൊള്ളു. കാരണം വെച്ചാൽ കുറെ മാങ്ങിക്കൊണ്ടിട്ട് എല്ലാം അപ്പൊ ഒന്നും എടുക്കൂല. ഇതാവനേ ഉള്ളൂ. ഞാൻ ഒരു നേരത്തൊക്കെ മാങ്ങിക്കൊള്ളും. കാരണം വെച്ചാൽ കുറെ മാങ്ങിക്കൊണ്ടിട്ട് നിങ്ങളെല്ലാം അപ്പം കറി വെക്കൂല, കെട്ടിയാടണം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഏതായാലും ഒരു തക്കാളി ഇടും, പച്ചമുളക് ഇടും, പിന്നെ മറ്റേ ഉള്ളി ഇടും. പരിപ്പ് വാങ്ങിക്കില്ലല്ലോ. ഓക്കെ പരിപ്പെല്ലാം വാങ്ങിക്കും, പരിപ്പെല്ലാം ഉണ്ട്. എന്നാ ഓക്കെ ഇതെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ. ഓക്കെ അങ്ങനെ ഞാൻ പിന്നെ കൂടെ ഫോൺ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു മീൻ മുറിച്ചിട്ട് കാണിച്ചു തന്ന്. ഇത് ചിരണ്ടിയിട്ട് ഇത് ഇങ്ങനെ ക്ലീനാക്കിയിട്ട് വെച്ച് കാണിച്ചു തന്നു. പിന്നെ അനസില്ലാത്ത കുറവ് നല്ലോണം ഉണ്ട് നമുക്ക്. അനസുണ്ടെങ്കിൽ തേങ്ങ ഇരണ്ടി തരും, പച്ചക്കറി മുറിച്ചിട്ട് തരും. ഒരുപാട് പണി എൻ്റെ മോൻ ചെയ്ത് തരുന്നു. മോനില്ലാത്ത മിസ്സിങ് നല്ലോണം ഉണ്ട്. നമ്മളെ പാത്തു അനസും കിച്ചൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഈ അമ്മക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാം. പിന്നെ മൂത്ത മരുമോളെ കൈ അങ്ങനെയായി. അനസും മോൻ്റോളും അങ്ങ് പോയി. ഇത് ആദ്യമായി കാണുന്നവരോട് ഞാൻ പറയുകയാണ്, മൂത്ത മോൻ്റോള് ഇളയ മോൻ്റോള് തന്നെയാണ്. പിന്നെ പാത്തു എന്നെല്ലാം പറയുന്നത്. മനസ്സില്ലാത്ത മിസ്സിങ് നല്ലോണം ഉണ്ട് നമുക്ക്. ഏതായാലും മക്കളെ ഇതെല്ലാം എടുക്കുവാണ്. നമ്മളെ പിന്നെ ഇതൊക്കെ കാണിച്ചോട്ടെ. നമ്മളെ എന്തെന്നും പറയാം, ചേമ്പ് നല്ലോണം നമ്മൾ ഒരു 2 വിസിലേ വന്നിക്കുള്ളൂ. ചേമ്പിലിട്ടത് പിന്നെ വലിയുള്ളി ഒരു കഷ്ണം, തക്കാളി, പച്ചമുളക്, പിന്നെ മറ്റേ ചേമ്പ് അതെല്ലാം ഇട്ടിട്ടാണ് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് അടിച്ച് വെച്ചത്. ഇനിയിപ്പോൾ തേങ്ങ അരച്ചിട്ട് വേണം അതിൽ പാരണമെങ്കിൽ. അങ്ങനെ സുഖമില്ലാത്ത കൈകൾ കൊണ്ട് ഇങ്ങനെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ പാവം. ഞാൻ പറഞ്ഞു നനക്കണ്ട, മിഷൻ്റെ അകത്തിട്ട് തിരുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി, എല്ലാം ഒലുമ്പനും എടുക്കാനല്ല ഞാനാക്കും. മിഷൻ്റെ അകത്ത് തന്നെ ഒലുമ്പും, എന്നാലും അതിന് വാരി എടുക്കണ്ടേ. ഇതാണ് മക്കളെ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണ് അല്ലേ? എനിക്കും വല്ലാത്ത ബുദ്ധിമുട്ടില്ല. പുള്ളിങ്ങനെ കൈവക്കാണ്ട് ഓരോ പണിയെടുക്കുന്നതാ. ഓക്ക് ഇന്നലെല്ലാം ഫുൾ കുത്തിരിഞ്ഞല്ലേ, ഒന്നും എടുക്കാണ്ട് കുത്തിരിഞ്ഞ. അപ്പോൾ ഓക്കെ എന്തല്ലോ ഓളി ഇങ്ങനെ ചൊറിഞ്ഞ് ഓരോരോ പണിയെടുക്കാൻ നോക്ക്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പോലെ അല്ല, ഞാനും പാത്തൂല അവിടെ പോയി കുത്തിരിക്കും. ഓക്കെ ഇങ്ങനെ കുറച്ച പണിയെടുക്കണം. കുത്തിരിക്കുവോളൂ അല്ലേ? കുറേ കുത്തിരിക്കും, കുറേ കിടക്കും, ഫോണ് കാണും, പിന്നെ എണീച്ച് വന്നിട്ട് പണിയെടുക്കും. ഇതെല്ലാമാണ് മക്കളെ ഞങ്ങൾ പറഞ്ഞത്. ഓള് തിരുമ്പി പൊട്ടും നനക്കണ്ടേ, ഉറമാണേ കെട്ടിക്കാം. 9 ഞാനാക്കും. അങ്ങനെ അരി ഇട്ടുമ്പോൾ എൻ്റെ മക്കളെ അരി പളക്കുന്നു. ഗ്യാസും തിരുതാത്തട്ടെ. അങ്ങനെ അരി ഇട്ട് പതച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചുണങ്ങട്ടെ കേട്ടാ. ഓക്കെ, നമ്മളെ മീനെല്ലാം കലക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ സുഖമില്ലാത്ത കൈകൾ കൊണ്ട് ഇങ്ങനെ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ പാവം. ഞാൻ പറഞ്ഞു നനക്കണ്ട, മിഷൻ്റെ അകത്തിട്ട് തിരുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി, എല്ലാം ഒലുമ്പനും എടുക്കാനെല്ലാം ഞാനാക്കും. മിഷൻ്റെ അകത്ത് തന്നെ ഒലുമ്പും, എന്നാലും അതിന് വാരി എടുക്കണ്ടേ. ഇതാണ് മക്കളെ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണ് അല്ലേ? എനിക്കും വല്ലാത്ത ബുദ്ധിമുട്ടില്ല. പുള്ളിങ്ങനെ കൈവക്കാണ്ട് ഓരോ പണിയെടുക്കുന്നതാ. ഓക്ക് ഇന്നലെല്ലാം ഫുൾ കുത്തിരിഞ്ഞല്ലേ, ഒന്നും എടുക്കാണ്ട് കുത്തിരിഞ്ഞ. അപ്പോൾ ഓക്കെ എന്തല്ലോ ഓളി ഇങ്ങനെ ചൊറിഞ്ഞ് ഓരോരോ പണിയെടുക്കാൻ നോക്ക്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പോലെ അല്ല, ഞാനും പാത്തൂല അവിടെ പോയി കുത്തിരിക്കും.
ഓക്കിങ്ങനെ കുറച്ച പണിയെടുക്കണം. കുത്തിരിക്കുള്ളൂ അല്ലേ? കുറേ കുത്തിരിക്കും, കുറേ കിടക്കും, ഫോണ് കാണും, പിന്നെ എണീച്ച് വന്നിട്ട് പണിയെടുക്കും. ഇതെല്ലാമാണ് മക്കളെ ഞങ്ങൾ പറഞ്ഞത്. ഓള് തിരുമ്പി പൊട്ടും നടക്കണ്ടേ, ഉറമാണേ കെട്ടിക്കാം. 9 ഞാനാക്കും. അങ്ങനെ അരി ഇട്ടുമ്പോൾ എൻ്റെ മക്കളെ അരി പളക്കുന്നു. ഗ്യാസും തിരുതാതട്ടെ. അങ്ങനെ അരി ഇട്ട് പതച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചുണങ്ങട്ടെ ഇനി കേട്ടാ. ഓക്കെ. അങ്ങനെ മുറിഞ്ഞ കൈ കൊണ്ട് അക്കൈ കൊണ്ട് ഇളക്കണ്ട, മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൂടാ. അങ്ങനെ മുറിഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുകയാണ് മക്കളെ. ഉപ്പേരി ആയി. അതിന് കുറച്ച് മോശമാക്കാം. പിന്നെ മീൻ ഇവിടെ പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നാൾ വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുളി വീണിട്ടില്ല. ഫ്രിഡ്ജിൽ നിർത്തണ്ട ചെയ്ത് നല്ല മീൻ കറിയും മോര് കാച്ചിയതെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാമാണ് നമ്മളെ ചോറ് വാർത്തക്ക്. അങ്ങനെല്ലാമാണ് നമ്മളെ നല്ല അടിപൊളി കറി ഇതാക്കിയാണ്ടതാ. നല്ല ചേമ്പ് കറി എല്ലാമാണുള്ളത്. നല്ല ആയി. ഇനി മീൻ പൊരിക്കാൻ ചെയ്യണം. ഓക്കെ. ഇവിടെ കൈ കൊണ്ട് ഇങ്ങനെ വളയിട്ട കൈ കൊണ്ടല്ല, വളയിടാത്ത കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുകയാണ്. മുറിഞ്ഞത് ഇക്കാണുണ്ട പാവം. ഓക്കെ മക്കളെ, ബായ്.